എന്താ മോളെ പേര്? നിവേദിത. എത്ര വയസ്സായി ഇപ്പൊ? 20. ആളെന്താ? അശ്വതി. ദേഷ്യം പഠിപ്പ് കൊണ്ടും സ്വന്തം ബുദ്ധി കൊണ്ടും മോൾ മെച്ചപ്പെട്ടു നിൽക്കും. എല്ലാ കാര്യത്തിനും സ്നേഹം കൊടുക്കും. എന്താ? എല്ലാ കാര്യത്തിനും സ്നേഹം വർദ്ധിക്കും. കൈ ഓട്ടക്കയ്യാണ്, പൈസ കിട്ടിയാൽ നിൽക്കൂല. അമ്മേനെ ചൂടാക്കം ചെയ്യും. അച്ഛമ്മേന്റെ സ്വഭാവമാണ്. പിതാവെന്ന് മക്കളെ അടിച്ചു വേദന ആക്കില്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഭക്ഷണം കിട്ടിയാൽ തരില്ല. പൊന്നലങ്കാരില്ല, ഡ്രസ്സലങ്കാരിയാണ്. ഇഷ്ടപ്പെട്ട കുടുംബമാണ് കിട്ടുക. വാരിശല്യങ്ങൾ ഉണ്ടാവും, സ്നേഹം വർദ്ധിക്കും, സന്തോഷം കിട്ടും. അമ്മ വഴിക്ക് കുടുംബമുണ്ട്, അച്ഛൻ വഴിക്ക് കുടുംബമുണ്ട്. സ്നേഹം വെറുതെ അമ്മ വിട്ടുകാരാ. ആയുസ്സിനും ആരോഗ്യത്തിനും കുഴപ്പം വരൂല. നല്ല കേളിപ്പെട്ട ഒരു കുടുംബമാണ് എനിക്കിന്ന് കിട്ടാൻ പോണത്. 22 വയസ്സിലെന്റെ കല്യാണം കഴിഞ്ഞ് സന്തോഷിക്കും. എന്റെ കയ്യിൽ പൈസ കിട്ടിയ ആന പോയി അമ്പായിനെ പോലെയാ. ഭ്രാന്തമാർക്ക് വടി കിട്ടും പോലെയാ പൈസ കിട്ടിയാൽ. കൂട്ടുകാർത്തിയാളെ കണക്കുണ്ട്. സ്വന്തം ജനിച്ച വീടിനെ കാട്ടി സന്തോഷം ചെയ്യ വീട് ഭർത്താവിന്റെ വീട്. ഭർത്താവ് മരണം വരെ കൊണ്ട് പോറ്റാനും സന്തോഷിക്കാനും ഭാഗ്യമുള്ളവനാണ്. മോള് പഠിച്ചൊരു ജോലിക്ക് വരെ ഭാഗ്യം മോൾക്കുണ്ട്. ഗവൺമെന്റ് അല്ലേ കിട്ടുക, പ്രൈവറ്റ് ആണ് കിട്ടുക. മോളെ കൈകൊണ്ടേത് പാവങ്ങൾക്ക് മോള് സഹായം ചെയ്യും. പണം കയ്യിലില്ലാത്ത കുറ്റുള്ളൂ. പുറത്തല്ലേ പോയിരുന്നോ വേദനിക്കുന്ന കുട്ടിയല്ല. അമ്മ ചെറിയ കാര്യം വന്നാ വലിയ ദുഃഖ മനോവേദന അമ്മ വർദ്ധിക്കും. ഒരു കൂടപ്പിറപ്പാണുള്ളത്. അവരുച്ചയ്ക്ക് 3 മുതൽ മുതയ്ക്ക് 4 സ്വഭാവം. ഇരിക്കണ വീട് ഒന്നും കൂടി മാറി നിൽക്കൂട്ട. അവന്റെ അടുത്ത് ബുദ്ധിയില്ലാത്ത കളിയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവൻ നന്നാവുക രക്ഷപ്പെടും. അവളെക്കാട്ടൊക്കെ തങ്കൂത്ത് കണക്കാണ്. നല്ല കണ്ണിങ്ങുള്ള കുട്ടിയാ. ഭർത്താവിന്റെ വീടൊക്കെ പൊന്നുപോലത്തെ വീടാണ്. കല്യാണികാർ ഒറ്റ ഒന്നുള്ളൂ ഇട്ട. 2 മക്കളെ കൊണ്ട് രക്ഷപ്പെടും. ജനസഹായങ്ങളൊക്കെ ഉണ്ടാവും. 22 വയസ്സിൽ കല്യാണം ഒറ്റൊന്നാണ്. എല്ലാ കുടുംബവും അവസരിക്കും. ദോഷങ്ങളൊന്നുമില്ല. ഓർക്കാത്ത നിരീക്കാത്തയും പൊന്നുകൾ കിട്ടി സന്തോഷിക്കും. ഭർത്താവ് ഒരാളും കേരളത്തിൽ കൂടെ എല്ലാം കൊണ്ടുപോവുക. സ്വന്തം ജീവിച്ചതും സ്വന്തം കൊണ്ടുവെക്കാനും പഠിച്ചത് കച്ചിയാണ് കേട്ടോ. വാഹനപ്രിയത്തിയാണ് മോള്. നാട് കൊണ്ടൊക്കെ നന്നാകും. വിധി കൊണ്ടൊക്കെ രക്ഷപ്പെടും. ആരെ മുന്നും തോൽക്കൂല. കൂട്ടുകാർത്തിയാളൊക്കെ ഉണ്ട് കേട്ടാ. ഒരുപാട് കൂട്ടുകാർത്തിയാളുണ്ട്. സ്നേഹിക്കാൻ ഒരു സ്നേഹിതമാരെ തന്നെ സ്നേഹിക്കട്ടാ. ഒരു കൂട്ടുകാർ തന്നെ സ്നേഹിക്കാം. വരവും ചെലവൊക്കെ ഒരുപോലെയാ. അമ്മച്ചിനെ കൊണ്ട് ചൂടായ കാര്യം പറയരുത് കേട്ടാ. ക്ഷമയും നല്ലൊക്കെ വേണം. ഭർത്താവിന്റെ അമ്മ അണക്ക് ഒറ്റ അമ്മയെ പോലെ സ്നേഹിക്കൂട്ടാ. കുഴപ്പങ്ങളൊന്നുമില്ല. ആര് കൈവിട്ടാലും ഉദ്ദേശിച്ച കല്യാണം മുടങ്ങൂല.